സുഹൃത്തുക്കളെ, ഇത് സ്നാപ്പ് നമ്പർ 1599. ഇത് ഈ പറഞ്ഞ പോലെ എൻ്റെ സുഹൃത്തിൻ്റെ ഫോൺ കോളിനെ ഞാൻ എങ്ങനെ പ്രതികരിക്കുന്നു എന്നുള്ളതാണ്. ഈ സ്നാപ്പിൻ്റെ പേര് കേരളത്തിൽ LDF തുടരണം എന്തുകൊണ്ട്? ഓക്കെ, നീ കേൾക്കാൻ കൂടി തന്നെയാ പറഞ്ഞത്. കോളുണ്ട്. അപ്പോ സച്ചിദാനന്ദ മാഷ അങ്ങ് ഒരു വെടിപൊട്ടിച്ചപ്പോ എന്നാ പിന്നെ കുറെ കഥനകൾക്ക് അങ്ങ് തീ കൊടുക്കാം. LDF അമുട്ടുകളും പൊട്ടിയേക്കും, അടക്കപ്പെട്ടികളും അമട്ടുമൊക്കെ പൊട്ടിയേക്കും എന്നുള്ള രീതിയിലാണ് നിങ്ങളെപ്പോലുള്ളവരുടെ മനസ്സിലിരിപ്പ്. സത്യം പറഞ്ഞ ഇന്ത്യ എന്ന് പറയുന്നത് കഴിഞ്ഞ 2014 മുതലുള്ള BJP ഗവൺമെന്റ് ഭരണവും അതിനെ തുടർന്നുണ്ടായ സംഭവവികാസങ്ങളും വെച്ചിട്ടൊന്ന് മൊത്തത്തിലൊന്ന് അനലൈസ് ചെയ്ത് നോക്ക്. അപ്പോൾ കാര്യം മനസ്സിലാവും. നമ്മള് ഈ പറഞ്ഞ പോലെ ബുദ്ധിജീവികൾക്ക് എന്തും പറയാം. സച്ചിദാനന്ദ മാഷക്ക് വിമർശന സ്വാതന്ത്ര്യമുണ്ട്. ഫ്രാൻസിൽ സാർത്തറിന് നല്ല വിമർശന സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു. ഫ്രഞ്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കെതിരെയും ഒക്കെ. പക്ഷെ ക്രിട്ടിക് ഓഫ് ദ ഡയലക്ടിക്കൽ റീസണൊക്കെ എഴുതിക്കൊണ്ടാണ് അതിഗംഭീരമായിട്ടാണ് സാർത്തറൊക്കെ പ്രതികരിച്ചത്. എന്നിട്ടും ലോക ഫാസിസത്തെ നേരിടാനായിട്ട് 20ാം നൂറ്റാണ്ടിൽ മാർക്സിസം മാത്രമേ ഉള്ളൂ എന്ന് ഉയർത്തിപ്പിടിച്ചിരിക്കുന്നു. അങ്ങനെയുള്ള സാർത്തറിന്റെ പരമ്പരയിലൊക്കെ തന്നെയാണ് നമ്മൾ സച്ചിദാനന്ദ മാഷക്ക് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. പക്ഷെ എന്താ പ്രശ്നം എന്ന് വെച്ചാല് കേന്ദ്രത്തിൽ 14 മുതൽ 2-3ാമത്തെ ടേമായിട്ട് BJP NDA ഗവൺമെന്റ് ഭരിക്കുമ്പോൾ ആ ഒരു ഭരണത്തിന്റെ അതിന്റെ ദുർവിധി അല്ലെങ്കിൽ എന്തൊരു ദുസ്വപ്നം എന്ന് പറയുന്ന തലത്തിലേക്ക് ഇന്ത്യയിലെ വടക്കേ ഇന്ത്യയിലെ ജനങ്ങളും പ്രത്യേകിച്ച് മുസ്ലിം ന്യൂനപക്ഷങ്ങൾ, ദളിതര്, കമ്മ്യൂണിസ്റ്റുകാര്, പുരോഗമനവാദികൾ അവർക്ക് മിണ്ടാൻ പറ്റാത്തൊരവസ്ഥ അവിടെ ഉണ്ട് എന്നുള്ളത് തിരിച്ചറിയുമ്പോൾ ഈ പറഞ്ഞ തുടർഭരണത്തിനെതിരെ ഒന്നും മിണ്ടാത്ത ആളുകളാണ് അവര്. മനസ്സിലാക്കണം. അപ്പൊ ഈ തുടർഭരണം എന്ന് പറയുന്നത് അങ്ങനെയാണെങ്കിൽ അവിടെയൊക്കെ ബാധകല്ലേ? ഈ ഇന്ദിരാഗാന്ധി മുതല് നെഹ്റു മുതലൊക്കെ കോൺഗ്രസ് ഭരണം ഉണ്ടാകുന്ന ഒരു അടിയന്തരാവസ്ഥ വരുന്നവരെ അടിയന്തരാവസ്ഥ വന്നപ്പോഴാണ് ഇന്ത്യ തിരിച്ചറിഞ്ഞത് ഇതിന്റെ അപകടം എന്നുള്ളത്. ആ സമയത്ത് ഓക്കെ, അപ്പോഴും തുടർഭരണം തന്നെയായിരുന്നു. പിന്നീടും വടക്കേന്ത്യയിൽ കോൺഗ്രസ് മുഴുവൻ തൂത്തുവാരി എറിയപ്പെട്ടപ്പോഴും കേരളത്തിൽ കരുണാകരനും അച്യുതാനന്ദനും കൂടി ഒരുമിച്ചാണ് ഭരണം നിലനിർത്തിയത്. പിന്നീട് 81 വീണ്ടും ഇന്ദിരാഗാന്ധി അതിശക്തമായിട്ടാണ് തിരിച്ചു വരുന്നത്. ഈ ജനത അത് തിരിച്ചറിഞ്ഞ ജനത തന്നെയാണ്. പിന്നെ വേറെ ബദലില്ലാത്തതുകൊണ്ട് മാത്രമാണ് അത് അവരെ അക്കോമഡേറ്റ് ചെയ്തത്, തിരിച്ചു വന്നത്. ഈ ബദൽ എന്ന് പറയുന്നത് വെറുതെ ഉണ്ടാവുന്നതല്ല. ഇവിടെ മാറി മാറി ഭരിച്ചിട്ടും ഏറ്റവും ഗഡിതികൾ വന്ന സമയത്ത്, മഹാമാരി വന്ന സമയത്ത്, പ്രളയം വന്ന സമയത്ത് അവിടെയാണ് അഴിമതിയുടെ തലങ്ങളിലേക്ക് പോകാതെ ഒരു ജനതയെ ചേർത്ത് പിടിച്ച ഒരു ഇടതുപക്ഷ ഗവൺമെന്റ്. ആ ഗവൺമെന്റ് ഉണ്ടാക്കിയൊരു വികാരമാണ്. ശബരിമലയൊന്നും അല്ല അവിടെ വിഷയമായത്, അതിനപ്പുറത്തേക്കുള്ള ചേർത്ത് പിടിക്കലാണ്. അങ്ങനെ ചേർത്ത് പിടിക്കുന്ന ഗവൺമെന്റിനൊപ്പമായിരുന്നു ആ 91 സീറ്റിൽ നിന്ന് 99 സീറ്റിലേക്ക് പിന്നെ LDF വികസിച്ചത്. മനസ്സിലായ സംഭവം? 16-ൽ 91 കിട്ടി. അന്ന് എന്താണ് നായാടി മുതൽ നമ്പൂരി വരെ എന്നൊക്കെ പറഞ്ഞ് വലിയ പ്രചരണമൊക്കെ ഉണ്ടാക്കി. വെള്ളാപ്പള്ളീനെയൊക്കെ കൂട്ടുപിടിച്ചു. ഒരു രക്ഷയില്ല. SNDP ഒക്കെ അങ്ങോട്ട് പോകുന്നു വിചാരിച്ചു. അങ്ങോട്ട് 91 സീറ്റ് കിട്ടി. അതിനുശേഷം ശബരിമല പ്രശ്നങ്ങൾക്ക് ശേഷം വീണ്ടും വന്നു. ഓക്കെ, 99 പിന്നെ വരുന്നത് എത്രയാ? 99 വന്നത്. 21 ഇലക്ഷൻ വരുമ്പോൾ 99 മാറി. പ്രാദേശിക ഇലക്ഷൻസിന്റെ കാര്യങ്ങളൊന്നും ഇതിനകത്ത് പറയേണ്ട കാര്യമില്ല. ജില്ലാ പഞ്ചായത്തുകൾ മാത്രം നോക്കിയാൽ മതി. LDF അങ്ങനെ കോട്ടകൾ അങ്ങനെ മുഴുവൻ പൊളിഞ്ഞു പോയെന്നും അതിങ്ങനെ ഈ ഭരണത്തിലിരിക്കുന്ന കാരണമാണെന്നൊക്കെ തെറ്റിദ്ധരിക്കുകയാണ്. നമുക്ക് പറയേണ്ട കാര്യങ്ങളുണ്ട്, വിമർശിക്കേണ്ട ഫ്രീഡമുണ്ട്. സാംസ്കാരിക രംഗത്ത് കുറച്ചും കൂടി ഗ്രാസ് റൂട്ടിലുള്ള കുറച്ചും കൂടി സെക്യുലർ ആയിട്ടുള്ള ഇടങ്ങൾ എങ്ങനെ വികസിപ്പിക്കാം. ഇപ്പോഴത്തെ കലാ സാംസ്കാരിക പ്രവർത്തകരൊക്കെ നല്ല ഊർജ്ജം മുതൽ മതസ്ഥാപനങ്ങൾ കൊണ്ടുപോയി. BJP അവരുടെ ആൾക്കാരെ കൊണ്ടുപോയി. അവർ നാടക ട്രൂപ്പ് ഉണ്ടാക്കി. അവർ ഫിലിം മേക്കിംഗ് കോടികൾ ഇറക്കിയിട്ട് ചെയ്യുന്നു.
SDPI അവരുടെ ആൾക്കാരെ കൊണ്ടുപോയി, ക്രിസ്ത്യാനിറ്റി അവരുടെ ആൾക്കാരെ കൊണ്ടുപോയി. ഈ വിശ്വാസം നിലനിർത്തുന്ന രീതിയിലുള്ള കുറേ സ്പേസുകൾ മാത്രമാണ് അവിടുത്തെ കലാസാംസ്കാരിക പ്രവർത്തനം എന്ന് പറയുന്നത്. അല്ലാതെ യുദ്ധത്തിനെതിരെയോ വർഗീയതയ്ക്കെതിരെയോ പട്ടിണിയായിട്ട് ബന്ധപ്പെട്ട ലോകത്തിന്റെ വിശപ്പിനെതിരെയോ അഭയാർത്ഥി കേന്ദ്രങ്ങളായി ആരാണ് അഭയാർത്ഥി കേന്ദ്രങ്ങൾ ഉണ്ടാക്കുന്നത്? എന്താണ് ഇമ്പീരിയലിസം, സാമ്രാജ്യത്വം? ഇത്തരം കാര്യങ്ങളൊന്നും മിണ്ടാൻ പറ്റില്ല അവരുടെ സാംസ്കാരിക സംഘടനകളിൽ. അത് പറയാനോട് LDFന്റെ സാംസ്കാരിക പ്രവർത്തകർക്ക് മാത്രമേ പറ്റുള്ളൂ. മനസ്സിലായ? ഈ യുദ്ധവിരുദ്ധ നാടകം ഉണ്ടാക്കണമെങ്കിൽ LDFന്റെ സ്പേസിലേ നടക്കുള്ളൂ. വർഗീയതയ്ക്കെതിരെ ഒരു സംഭവം നടത്തണമെങ്കിൽ നിങ്ങൾ കോൺഗ്രസിന്റെ യൂത്ത് കോൺഗ്രസ്സുകാരെ വെച്ചിട്ടൊന്ന് വർഗീയതയ്ക്കെതിരെ സംസാരിച്ചു നോക്ക്, വിവരം അറിയും. SDPIയുടെയും പോപ്പുലർ ഫ്രണ്ടിന്റെയും അങ്ങോട്ട് സ്പേസിൽ പോയിട്ട് അങ്ങ് ഒന്ന് പറഞ്ഞു നോക്കൂ വർഗീയത. BJPയുടെ സംഘപരിവാറിന്റെയും ഗ്രൂപ്പുകളിൽ പോയിട്ട് അവരുണ്ടാക്കിയ ബ്ലാക്ക് തിയേറ്റർ, വൈറ്റ് തിയേറ്റർ എന്നൊക്കെ പറഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ പേരുണ്ടായിരിക്കും. അത് അവിടെയൊക്കെ പോയിട്ടൊന്ന് വർഗീയ വിരുദ്ധവും യുദ്ധവിരുദ്ധവുമായിട്ടുള്ള സംഗതികളൊന്നും മിണ്ടാൻ പറ്റില്ല. അപ്പോൾ ആ ഒരു മാനവികതയായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് എന്തെങ്കിലും പറയണമെങ്കിൽ LDFന്റെ സ്പേസേ ഉള്ളൂ. ആ സ്പേസിന് വികസിപ്പിക്കാനുണ്ട്. അത് കുറച്ചുകൂടി ഗ്രാസ് റൂട്ടിലേക്ക് എത്തണം. അതിൻ്റെ ഡോക്യുമെൻ്ററികളും ഷോർട്ട് ഫിലിമുകളും റീൽസും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് യൂത്തിനെ അത് ലൈവാക്കി നിർത്തണം. ഒരു ഭാഗത്ത് റോഡ് വികസനം, ഒരു ഭാഗത്ത് കഴിഞ്ഞ 2016 മുതലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ വികസനം എത്ര ഹൈടെക് ആയിട്ടുണ്ട്. പ്രൈവറ്റ് സ്കൂളുകൾ കോടികൾ ചിലവാക്കി പഠിക്കുന്നതിന് പകരം നമുക്ക് ഗവൺമെന്റ് സ്കൂളുകൾ, സി രവീന്ദ്രൻ മാഷ്, അതാണ് ആളെ ഓർക്കാനുള്ള പ്രധാനമായിട്ടുള്ള കാരണങ്ങൾ. എത്ര സ്പേസാണ് ഇവിടെ ഉണ്ടാക്കിയിട്ടുള്ളത് ഗവൺമെന്റ് സ്കൂളുകൾ. വിദേശത്തു നിന്ന് ആൾക്കാർ ഇവിടെ വന്ന് പഠിക്കേണ്ട ഒരു അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അപ്പോൾ അങ്ങനെ ആ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ആരോഗ്യ കേന്ദ്രങ്ങൾ, പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ അതെല്ലാം സൂപ്പർ ഹൈടെക്കായി മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. സാധാരണ മനുഷ്യർക്കാണ് അതിന്റെ ബെനിഫിറ്റ്. ഇനി ഞാൻ പറയുന്നത് ഇതിനേക്കാൾ ഉപരി സച്ചിദാനന്ദ മാഷ് അടക്കം കേൾക്കാനാണ് പറയുന്നത്. ഇവിടെ ഇറങ്ങുന്ന പുസ്തകങ്ങളുടെ കണക്കുകളിൽ വർഗീയ വിരുദ്ധവും ഫാസിസ്റ്റ് വിരുദ്ധവുമായ ആയിരക്കണക്കിന് പുസ്തകങ്ങൾ, മാസികകൾ ഇവിടെ നിലനിൽക്കുന്നുണ്ട്. വടക്കേന്ത്യയിലെ ഒരു സ്ഥലത്ത് നിന്ന് ഇപ്പോൾ ചെണ്ട പോലൊരു മാസിക ഇറക്കണമെങ്കിൽ എന്തുമാത്രം പ്രശ്നങ്ങളാണ് നേരിടേണ്ടി വരുന്നത്. സെൻസർഷിപ്പിന്റെ പേടികൾ, ED ഭയങ്ങൾ മുതൽ ഭയങ്കര ഭീകരമാണ്. ആനന്ദ് പടവർദ്ധന്റെ ഡോക്യുമെന്ററികൾ ഏറ്റവും കൂടുതൽ കാണിച്ചത് കേരളത്തിലായിരിക്കും. വടക്കേന്ത്യയിലൊന്നും കാണിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. ഉപറോയ് പോലുള്ളൊരു നാടകം, ദീപൻ ശിവരാമന്റെ നാടകം, അതിശക്തമായ ഫാസിസ്റ്റ് വിരുദ്ധ നാടകമാണ്. കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ കളിക്കുന്നത്. മാടൻ മോഷൻ പോലുള്ള നാടകം കളിക്കുന്നു, പൊറാട്ട് കളിക്കുന്നു, കൂഹു പോലുള്ള നാടകങ്ങൾ കളിക്കുന്നു. അതിൽ ഗോന്തറയായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളുണ്ട്. അതൊക്കെ ഡൽഹിയിൽ പോയി കളിക്കുമ്പോഴാണ് വളരെ സെക്യൂർഡായിട്ടുള്ള എന്തെങ്കിലും സ്പേസിൽ മലയാളി സമാജത്തിന്റെ പ്രൊട്ടക്ഷനിൽ കളിച്ചാൽ പറ്റെങ്കിലേ ഉള്ളൂ. അത്തരം ഇടങ്ങൾ കൾച്ചറലായിട്ടുള്ള ഒരു പ്രതിരോധത്തിന്റെ ഇടങ്ങൾ കുറഞ്ഞു വരികയും കേരളത്തിൽ അത് കൂടി വരികയും കഴിഞ്ഞ 5 വർഷം കൊണ്ട് എത്രയോ നാടകങ്ങൾ ഉണ്ടായത്. LDFനെ വിമർശിക്കുന്ന നാടകങ്ങൾ എത്ര ഉണ്ടായിട്ടുണ്ട്? LDFനെ വിമർശിക്കാനുള്ള ഫ്രീഡം ഇവിടെയല്ലേ ഉള്ളൂ. ഈ സച്ചിദാനന്ദ മാഷ്ക്ക് ഇത് പറയാനുള്ള ഫ്രീഡമുള്ള കേരളത്തിലേ ഉള്ളൂ. വടക്കേന്ത്യയിലും ഡൽഹിയിലും UPയിൽ പോയിട്ടൊന്ന് അവിടുത്തെ ഗവൺമെന്റ് ശരിയല്ലാന്ന് അയോധ്യ പടുന്ന കാശ് കൊണ്ട് പട്ടിണിക്കാർക്ക് കുറെ കൊടുത്താൽ മതിയില്ലേ എന്ന് ചോദിച്ചു. എന്തുകൊണ്ടാണ് അയോധ്യ തോറ്റത് എന്ന് UPയിൽ പോയിട്ടൊന്ന് പറഞ്ഞു നോക്കും. എന്തുകൊണ്ടാണ് അയോധ്യയിൽ BJP തോറ്റത് എന്ന് പറഞ്ഞു നോക്കുക. അപ്പോൾ വെടി വെച്ച് കൊല്ലുന്ന അവസ്ഥയാണ് അവിടെ വരുന്നത്. ഇവിടെ എന്തോ LDF ഭരണം തുറന്നു കഴിഞ്ഞാൽ ഇവിടെ കുൽബർഗിമാരും പിന്നെ ഗൗരി ലങ്കേഷ്മാരും അങ്ങനെ ഉണ്ടാവും എന്നാണോ ഈ പറഞ്ഞതിൻ്റെ അർത്ഥം? LDF തകരാതിരിക്കാനായിട്ട് LDF ഭരണത്തിൽ നിന്ന് പോകണമെന്നല്ല പറയേണ്ടത്. ഭരണത്തിലിരുന്നു കൊണ്ട് സമരം ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെ കുറിച്ചാണ്. ഭരണവും സമരവും എന്ന് EMS പറഞ്ഞിട്ടുണ്ട്. ഭരണവും സമരവും 2 ലൈൻ സമരം. ഒരു ചുവട് പുറകോട്ട് വെച്ചാൽ 2 ചുവട് മുന്നോട്ട് പോകണമെന്ന് ലെനിൻ പറഞ്ഞിട്ടുണ്ട്. സംസ്കാരിക വിപ്ലവം എന്ന് പറയുന്ന ഒരു അജണ്ട തന്നെ മാവോ പാസ്സാക്കിയിട്ടുണ്ട്. ഭരണത്തിലിരുന്നു കൊണ്ടാണ് പാസ്സാക്കിയത് സംസ്കാരിക വിപ്ലവം. അതിന്റെ വരുംവരായികളോ അതിന്റെ ആഫ്റ്റർമാത്ത് അല്ല ഞാൻ പറയുന്നു. പ്രയോഗത്തിൽ ഏറ്റവും വിപ്ലവകരമായ പല കാര്യങ്ങളും ഭരണത്തിലിരുന്നുകൊണ്ട് ചെയ്തിട്ടുണ്ട്. ദാർശനികമായ തലങ്ങളിൽ ചിന്തിക്കുന്ന ഭരണാധികാരികളുള്ള രാഷ്ട്രങ്ങളിലൊക്കെ സംഭവിച്ചിട്ടുണ്ട്. വിയറ്റ്നാമിൽ അമേരിക്കനെ തോറ്റു തുന്നം പാടിക്കുന്നിടത്തേക്ക് എത്തുന്നത് ഭരണത്തിലിരുന്നു കൊണ്ട് തന്നെയാണ്. അട്ടിമറിക്കപ്പെടുന്ന അലൻഡയുടെ ഭരണത്തെ അട്ടിമറിച്ചത് അമേരിക്കൻ സാമ്രാജ്യത്വമാണ്. 73 ചിലി 73. ഏറ്റവും ജനാധിപത്യതരമായിട്ടുള്ള ഭരണങ്ങളെ വിമോചന സമരത്തിലൂടെ ഇവിടുത്തെ EMSന്റെ ഭരണത്തെ അട്ടിമറിക്കുന്നു. ശോചനയിൽ വെറുതെ പറഞ്ഞല്ല. സത്യത്തിൽ അന്ന് തുടർന്ന് കുറച്ചു കാലം കൂടി ഭരിച്ചിരുന്നെങ്കിൽ 62 വരെ ഭരിച്ചിരുന്നെങ്കിൽ ഭൂപരിഷ്കരണം മുതലെല്ലാം അന്ന് നടപ്പാക്കാമായിരുന്നു. അത് നടപ്പാക്കാൻ പറ്റാത്ത രീതിയിൽ അതിനെ അട്ടിമറിച്ചു.
അതിന്റെ പുറകിൽ അമേരിക്കൻ സിഐയുടെ ഫണ്ടായിരുന്നു എന്ന് പറയും. ഇപ്പോഴും ഈ ചിന്തകളുടെ പുറകിൽ ഇതേപോലെയുള്ള ഭരണത്തിൽ തുടർന്ന ഈ ഇടതുപക്ഷം ഇല്ലാതാവും. ഇവിടെയും ഒക്കെ പിന്നെ പോർച്ചുഗലിലൊക്കെ ഇടതുപക്ഷം അധികാരത്തിൽ വരാൻ നിൽക്കുക. എല്ലാം മനസ്സിലാവുന്നുണ്ടാ? നീ ഇപ്പോ ഈ വലിയ അതിബുദ്ധിജീവിയാണല്ലോ, കുറെ എണ്ണം ഉണ്ട് ഇങ്ങനെയുള്ളവര്. സണ്ണിപ്പി കവിക്കാട് പോയിട്ട് UDF നിന്നിട്ടാണ് മറ്റൊരു ദുരന്തമാകാനെ പോകും. ചരിത്രത്തിലെ ബ്ലാക്ക് മാർക്കുകളായി, ബ്ലാക്ക് അല്ല, ഇരുണ്ട അധ്യായങ്ങളായി മാറും ഇതൊക്കെ. കെ വേണു PC ജോർജിന്റെ കൂടെ നിന്ന് കൊടുങ്ങല്ലൂർ മണ്ഡലത്തിൽ നിന്നിട്ട് അധികാരം അങ്ങോട്ട് പങ്കുവയ്ക്കാന്ന് എഴുതിയിട്ട് നിന്നു UDF-നോട്, തോറ്റു തുന്നം പാടിപ്പോയി. അങ്ങനത്തെ ഒരു ചരിത്രം കൂടി വേണമെന്നാണോ സണ്ണി കവിക്കാട് പറയുന്നത്? അതിനെ ചോട് പിടിച്ചിട്ടാണോ സച്ചിദാനന്ദ മാഷൊക്കെ ഇത് പറയുന്നത്? സാറ ടീച്ചർ ആമാമത് പാർട്ടി ഉണ്ടാക്കിയപ്പോൾ ദേവരന് വിപ്ലവം എന്ന് പറഞ്ഞ് പിന്നാലെ പോയവരാ, ചൂലെടുത്ത് പോയവരാ. എനിക്ക് മനസ്സിലാകാത്തത്, നമ്മൾ ഭരണം തുടർന്നപ്പോൾ അതിൻ്റെ ഇപ്പോൾ പ്രോഗ്രസീവായ കാര്യങ്ങൾ, അത് ജനക്ഷേമകരമായ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഞാൻ പറഞ്ഞു ആർട്ട് ആൻഡ് ലിറ്ററേച്ചറിൻ്റെ കാര്യത്തിലും കൾച്ചറൽ, സിനിമ, ഫിലിം മേക്കിംഗ്, അത്തരം ഏരിയകളിൽ കുറേ കൂടി ജനകീയമായിട്ടുള്ള വിഷയങ്ങൾ മുന്നോട്ട് വരികയും ഗ്ലാമറുകൾ, അതിൻ്റെ ഇപ്പോഴുള്ള ഈ ഭയങ്കര അന്ധവിശ്വാസത്തെ അടിച്ചേൽപ്പിക്കുന്ന ആ രീതിയിലുള്ള വയലൻസും കാര്യങ്ങളൊക്കെ പകരം ഒരുപാട് ജനകീയ ക്ഷേമ പ്രവർത്തനങ്ങളും വളരെ രസകരമായിട്ടുള്ള ഇതിലൂടെ സിനിമ ചെയ്യുന്ന പദ്ധതികൾ LDF ഉള്ളപ്പോഴാണ് ഇവിടുത്തെ ചെറുപ്പക്കാർക്ക് അത് സാധ്യമാകുന്നു. ഷോർട്ട് ഫിലിം മേക്കിംഗ്, എത്രയും ഷോർട്ട് ഫിലിം ഫെസ്റ്റിവലുകൾ നടക്കുന്ന സ്ഥലമാണ്. ഇതിനൊക്കെ പുറകെ കേന്ദ്ര ഗവൺമെൻറ് പിടി എപ്പോൾ വേണമെങ്കിൽ മുറുക്കാം. നമ്മൾ നടത്തുന്ന പാരലായിട്ടുള്ള ഷോർട്ട് ഫിലിം മേക്കിംഗ്, ഷോർട്ട് ഫിലിം അതുകളൊക്കെ സെൻസർ ബോർഡിൻ്റെ വഴിക്ക് പോകണമെന്ന് പറയുന്ന ഒരു ഭയങ്കര റിജിഡായിട്ടുള്ള ഫാസിസ്റ്റായിട്ടുള്ള അജണ്ട സംഭവിക്കാം. അവിടെയൊക്കെ വീണ്ടും ചെറുത്തുനിൽപ്പിൻ്റെതായിട്ടുള്ള ബദൽ സൗന്ദര്യശാസ്ത്രം പറയുന്നെങ്കിൽ ഇടതുപക്ഷത്തിൻ്റെ സൗന്ദര്യബോധം അത് തന്നെയാണ് ഉണ്ടാവുക. വേറെ ഒന്നുമില്ല. ഞാൻ പലരോടും പറയാറുണ്ട്, UDF പോയി ചേർന്ന് നിങ്ങൾക്ക് എന്ത് കൾച്ചറൽ ആക്ടിവിറ്റിയാണ് സാധ്യമാകുക? BJP ചേർന്ന് എന്താണ് സാധ്യമാകുക? LDF-ന്റെ അകത്ത് അതിനെ നവീകരിക്കണം എന്നുള്ളത്. ഞങ്ങൾ പണ്ട് പുസ്തക പ്രസാധകവും ഒക്കെ ആയിട്ട് പ്രവർത്തിക്കുന്ന സമയത്ത് ഞാനും ബാസുരേന്ദ്രബാബുവും, അല്ലെങ്കിൽ ബാസുരേന്ദ്രബാബുവും ഞാനും മൈത്രേയനും ബാബു സുരേഖൊക്കെ കൂടിയിരുന്ന് സംസാരിക്കുമ്പോൾ ബാസുരേന്ദ്രബാബു പറഞ്ഞൊരു കാര്യമുണ്ട്. നക്സലൈറ്റ് മൂവ്മെൻറ്റിലൂടെ വന്ന ആളാണല്ലോ. അദ്ദേഹം പറഞ്ഞ ഒരു സംഭവമുണ്ട്. അന്ന് ഇത് ഏതാ പീരീഡ് നോക്കണം, 85, 86, 87 പീരീഡാണ്. 87 നായനാർ അധികാരത്തിൽ വരുന്നതിന് മുമ്പാണ് ഞാനൊക്കെ പുസ്തക പ്രസാധക സംഘത്തിൽ കോശാമ്പിയുടെ പുസ്തകങ്ങളും ഇന്ത്യയുടെ ആത്മാവും പിന്നെ രോക്ഷജനമായ പ്രബന്ധങ്ങളും പിന്നെ OVG-നുള്ള ഖസാക്കിൻ്റെ ഇതായിട്ട് ബന്ധപ്പെട്ട OVG-നുള്ള മറുപടി, മന്ദബുദ്ധികളുടെ മാർക്സിസം, അതൊക്കെ നടന്നു വിറ്റതാ. ചാക്കോടി കാർഡ്സ് രാത്രി നാടകം ചെയ്യാൻ പോകും, പകല് പുസ്തകം വെക്കും. പാരല കോളേജൊക്കെ നിർത്തിവെച്ച് അങ്ങനെ ഒരു വർഷം കംപ്ലീറ്റ് വർക്ക് ചെയ്ത് അന്ന് സംസാരിച്ചൊരു ലോജിക് ഉണ്ട്. ബാസുരേന്ദ്രബാബു മരിച്ചുപോയി, നല്ല രാഷ്ട്രീയ നിരീക്ഷകനായിരുന്നു. ഇടതുപക്ഷത്തിന്റെ ഫോഴ്സ്, അതിന്റെ മെഷീനറി, ഫിസിക്കൽ മെഷീനറിനെ നമ്മൾ അംഗീകരിക്കണം. അതിന്റെ നെറ്റ്വർക്ക് വാടുവാടാന്തരങ്ങളുള്ള കോൺഗ്രസിനുള്ള പോലെ തന്നെ യൂത്ത് കോൺഗ്രസ്സുകാർക്കും ഇവർക്കും INTUC-ക്കുള്ള അതേ നെറ്റ്വർക്ക്, അതേപോലെ വാടുവാടാന്തരം തന്നെയാണ് ഇവരും. ഒരേ കുടിയിൽ താമസിക്കുന്നു. CIT-കാരനുണ്ട്, DYF-കാരനുണ്ട്. ആ ഫിസിക്കൽ ഫോഴ്സിനെ അംഗീകരിക്കണം, പക്ഷെ അതിനെ നവീകരിക്കണം. അത് സാംസ്കാരിക മണ്ഡലം, സാഹിത്യ മണ്ഡലം, നിരൂപണത്തിൻ്റെ തലം, സംവാദങ്ങളുടെ തലം, ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ്റെ തലം, വർക്ക് ഓഫ് ആർട്ടിൻ്റെ തലം, നാടകങ്ങളുടെ തലം, നാടകത്തിൻ്റെതായിട്ടുള്ള സാംസ്കാരിക വേദിക്ക് തുടർച്ചയാണ് വരെ ബാസുരേന്ദ്രബാബു പറഞ്ഞത്. കുറച്ചുകൂടി ഗ്രൂപ്പ് വർക്കിലൂടെ അതിശക്തമായ ഡോക്യു ഡ്രാമകളുടെ സാധ്യതകൾ അന്വേഷിക്കണം. ഈ സെൻറ്റിമെൻ്റൽ മെലോ ഡ്രാമകൾ ഇത് വിട്ടിട്ട് സംവാദാത്മകമായ തിയേറ്റർ ഉണ്ടാവണം, ഡോക്യുമെൻ്ററികൾ ഉണ്ടാവണം, ഷോർട്ട് ഫിലിം ഉണ്ടാകണം. 86 സംസാരിച്ച വിഷയങ്ങളാണ്. ഫിസിക്കലായിട്ട് CPM മെഷീനറിനെ അംഗീകരിക്കണം, പക്ഷെ അതിനെ നവീകരിക്കണം. അണ്ണാറക്കണ്ണൻ തന്നാരായതെന്നുള്ള പോലെ തന്നെയാണ് ഞാനൊക്കെ കവിതകൾ എഴുതുന്നതും സ്നാപ്പ് ചെയ്യുന്നതും, ഫാസിസ്റ്റ് വിരുദ്ധ സ്നാപ്പുകൾ. ഏറ്റവും കൂടുതൽ ഞാൻ നാടകം ചെയ്യാൻ എന്നെ അക്കോമഡേറ്റ് ചെയ്ത് DOF-യുടെ സ്പേസാണ്, SFIയുടെ യൂണിയനാണ്. 100-200 നാടകം വെറുതെ ചെയ്തതല്ല, ക്യാമ്പസുകളിലും അല്ലാതെയും നാട്ടിലും അന്തിക്കാടും കേരളത്തിൽ അവിടെ കലഞ്ഞു തിരിയുന്ന സ്പേസ് എന്ന് പറഞ്ഞ് യൂത്ത് കോൺഗ്രസ്സുകാരും BJP-ക്കാരും RSS-കാരും എനിക്ക് സ്പേസ് തന്നത് LDF-ന്റെ സ്പേസാണ്. അത് വീണ്ടും അത് കൂടുതൽ ഡൈനാമിക് ആക്കാൻ ശ്രമിക്കുന്നതോറും ഈ പറഞ്ഞ പാർലമെന്ററി യുക്തിയുടെ അകത്ത് വരുന്നൊരു പ്രശ്നമുണ്ട്. നമ്മൾ ബൊളിവിയൻ കാട്ടിലാണ് ചെക്കുവരാന്ന് പറഞ്ഞ് ബഹളം കൂട്ടിയിട്ട് കാര്യമില്ല. പാർലമെന്ററി യുക്തിയുടെ അകത്ത് വരുന്ന ജാതി ഇക്വേഷനകത്ത് പോലുള്ള വരുന്നത്. അപ്പം നമ്മൾ ഈ ആത്മസംഘർഷങ്ങൾ ഒരുപാടുണ്ട് അതിനകത്ത്. ഇത് സച്ചിദാനന്ദ മാഷ് നേരിടുന്നുണ്ടാവും.
എല്ലാം തുറന്നു പറയാൻ പറ്റുന്നില്ലല്ലോ എന്നുള്ളത്. അത് പ്രതിപക്ഷത്താണെങ്കിൽ നമുക്ക് നിരന്തരം സമരം ചെയ്യാലോ എന്നുള്ളൊരു സ്വപ്നമൊക്കെ ആയിരിക്കും ഈ ഭാഷ ഉപയോഗിച്ചത്. ഭരണത്തിലിരിക്കുമ്പോൾ 10% ചെയ്യുന്നത് പിന്നെ പ്രതിപക്ഷത്താണെങ്കിൽ നമുക്ക് 50% ചെയ്യാലോ എന്നൊക്കെ സ്വപ്നം കാണുകയാണ്. അവിടെയാണ് ഞാൻ പറഞ്ഞത് ഭരണവും സമരവും. നമ്മൾ എക്കണോമിക്കലി സേഫായിരിക്കുന്ന സ്ഥലത്ത് ഏറ്റവും ഹൈടെക്കായിട്ട് ആശുപത്രികൾ നിൽക്കുന്നു, അതിൻ്റെ പ്രശ്നങ്ങളില്ല, ജനകീയ പ്രശ്നങ്ങൾ കുറേ പരിഹരിക്കപ്പെടുന്നു, റോഡ്, യാത്ര, ടൂറിസം, ഇതായിട്ട് ബന്ധപ്പെട്ട് എല്ലാം നിൽക്കുന്ന സ്ഥലത്ത് കൾച്ചർ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് നമ്മുടെ ആൻറ്റി ഫാസിസ്റ്റ് ആയിട്ടുള്ള എത്രയോ എക്സ്പ്രഷൻസ് ചെയ്യാൻ പറ്റും. പദ്ധതികളാണ് ഉണ്ടാക്കേണ്ടത്. അതിൻ്റെ പബ്ലിക്കേഷൻസായിട്ട് ബന്ധപ്പെട്ട് എന്ത് ചെയ്യാൻ പറ്റും? അങ്ങനെയാണ് നമ്മൾ ഈ പറഞ്ഞ ഭരണവും സമരവും എന്ന് പറഞ്ഞ് കൊണ്ടുപോകണം. സാംസ്കാരിക ഇടം എന്ന് പറയുന്നത് പിന്നെ ഇത് പ്രതിപക്ഷത്തിരുന്നിട്ട് നമുക്ക് ആഞ്ഞടിക്കാമെന്നും ബൊളീവിയൻ കാട്ടി കയറിയിട്ട് തോക്കെടുത്ത് പോരാടാന്ന് പറയുന്നതിനേക്കാളും നമ്മുടെ വീടിൻ്റെ അകത്തുള്ള ഒരു ലോജിക്ക് ആലോചിച്ചു. ഞാൻ ഒന്നും പറയാറില്ല. തറവാട്, നമ്മൾ ഈ മാർക്സിസം എന്ന് പറയുന്ന LDF എന്ന് പറയുന്നത് നമ്മുടെ ഒരു തറവാടാണ്. അതിലൊരു കഴുക്കോലിന് പ്രശ്നം വന്നു കഴിഞ്ഞാൽ ആരെങ്കിലും അടിത്തറ ഇളക്കി കളയൂ? ആ കഴുക്കോല് മാറ്റല്ലേ ചെയ്യേണ്ടത്. ഭരണത്തിലിരിക്കുന്നവർക്ക് എന്തെങ്കിലും ഒരു ചെതല് പിടിച്ചൊരവസ്ഥ ഉണ്ടെങ്കിൽ ആ ചെതലിനെ മാറ്റുക, കഴുക്കോലിനെ മാറ്റുക. ഭരണം എന്ന് പറയുന്നത് അതിൻ്റെ സാമ്പത്തിക ശാസ്ത്രവും അതിൻ്റെ നിയമപരമായ വശങ്ങളും അതിൻ്റെതായിട്ടുള്ള പിന്നെ സ്പേസും അത് ഒരുപാട് സാധ്യതകൾ ഉള്ളൊരു ഇടമാണത്. അവിടെ നമ്മൾ മൊത്തം ആ കഴുക്കോല് ഇളകിയിട്ടുണ്ട്. എന്നാൽ പിന്നെ മൊത്തങ്ങൾ ഉത്തരടക്കം നശിപ്പിച്ച് കളയാം, അടിത്തറ ഇളക്കി കളയാം. അങ്ങനെയല്ല ചിന്തിക്കേണ്ടത്. ആ ഒരു കഴുക്കോല് മാറ്റിക്കൊണ്ട് എങ്ങനെ ശക്തമായിട്ടുള്ള മേൽക്കൂര കൊണ്ടത് മുന്നോട്ട് പോവാം. മേൽക്കൂര അത് അതിൻ്റെ ഉപരിഘടന എന്ന് പറയുന്നത് ആർട്ട്, ലിറ്ററേച്ചറും എക്സ്പ്രഷൻസും അഭിനയവും സംഗീതവും ഒക്കെ ചേർന്നുള്ള വലിയൊരു ഉപരിഘടനയുണ്ട്. സാമ്പത്തിക ശാസ്ത്രത്തിൽ നിന്നുകൊണ്ട് നവീകരിക്കുന്നതിനെ കുറിച്ചാണ് ആലോചിക്കുന്നത്. മാത്രമല്ല ഇന്ത്യ മുന്നണി ഇന്നല്ലെങ്കിൽ നാളെ കേന്ദ്രം ഭരിക്കുന്നിടത്തേക്ക് വരുമ്പോൾ ഇടതുപക്ഷം കേരളത്തിൽ നിന്നെങ്കിലും റെപ്രസെന്റ് ചെയ്തിട്ട് 10 പേരവിടെ ഉണ്ടാകുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇവിടെ ഇടതുപക്ഷത്തിനെ തകർത്ത് കോൺഗ്രസ് അധികാരത്തിൽ കോൺഗ്രസിന് മുഴുവൻ വിലയ്ക്ക് വാങ്ങാവുന്ന കോടികൾ ഇറങ്ങിയിട്ടാണ് ഇവിടെ നിൽക്കുന്നത്. NDA ആൾക്കാരും അവരും സംഘപരിവാറും കോർപ്പറേറ്റുകളും ലെഫ്റ്റിനെ നിർജീവാക്കി മനുഷ്യന്റെ അകത്ത് നിന്ന് ലെഫ്റ്റ് തോട്ട് എടുത്ത് കളഞ്ഞുകൊണ്ട് കോൺഗ്രസിന് അധികാരത്തിൽ കൊണ്ടുവന്നാൽ തീർച്ചയായിട്ടും കോൺഗ്രസിന് വിലയ്ക്ക് വാങ്ങാൻ എളുപ്പമാണ് എന്നുള്ളിടത്തേക്കാണ് കാര്യങ്ങൾ. നമ്മൾ പറയുന്നത് ഈ പ്രതിരോധത്തിന്റെ അകത്ത് നിന്ന് ലെഫ്റ്റ് തന്നെയാണ് കണ്ടിന്യൂ ചെയ്യേണ്ടത്. ഒരു ടേമും കൂടി ഇങ്ങനെ ലെഫ്റ്റിന് കൊടുത്തുകൊണ്ട് കൃത്യമായിട്ടും ഒരു ടേമും കൂടി അങ്ങ് ഭരിക്കട്ടെ, എന്നിട്ട് നമുക്ക് കണ്ടിന്യൂ ചെയ്ത് നോക്കാം. 3 തവണ NDA ഭരിച്ചു, ഇവിടെ 3 തവണ LDF ഭരിച്ചു. കമ്പാരിറ്റീവ് സ്റ്റഡി, ഹിസ്റ്റോറിക്കൽ കമ്പാരിസൺ ബിറ്റ്വീൻ NDA ആൻഡ് LDF. സോ മറ്റ് അണ്ണാറക്കണ്ണനും തന്നാലായത് തമ്മിൽ ഭേദം തൊമ്മൻ എന്നൊക്കെ പറയുന്ന തിയറി വെച്ചുകൊണ്ട്, തമ്മിൽ ഭേദം തൊമ്മൻ കുറച്ചും കൂടി ക്രിയേറ്റീവ് സ്പേസ് ഇതായതുകൊണ്ട് നമ്മൾ ആ തിയറി തന്നെയാണ് ഊന്നിപ്പറയുന്നത്. അതുകൊണ്ട് തുടർഭരണം LDF ഒന്ന് ഏറ്റെടുത്ത് മുന്നോട്ട് കൊണ്ടുപോകട്ടെ. ചുരൽമലയിലെ പുനരധിവാസം മുതൽ റോഡ് നവീകരണം മുതൽ സ്കൂള്, ആരോഗ്യ കേന്ദ്രങ്ങൾ, സാംസ്കാരിക സ്ഥാപനങ്ങൾ കൂടുതൽ ലൈവാക്കുന്നു. ഈ ഗ്രാസ് റൂട്ടിൽ തെരുവ് നാടകം ചെയ്യുന്ന ആൾക്കാരുടെ സ്പേസ് പോലും വികസിപ്പിക്കുന്ന രീതിയിൽ ജനകീയ സിനിമ ഉണ്ടാവുന്ന രീതിയിൽ, ആ സിനിമകൾക്കെല്ലാം 140 മണ്ഡലങ്ങളിലും വേദികൾ ഉണ്ടാവുന്ന രീതിയിൽ അങ്ങനെയുള്ളൊരു നവീകരണത്തിൻ്റെ സ്ഥലമാണ് നമ്മൾ ബുദ്ധിജീവികളും സാംസ്കാരിക നായകന്മാരും ഉണ്ടാക്കിയെടുക്കേണ്ടത്. അതിന് അണ്ണാർക്കണ്ണനും തന്നാലായത് എന്നുള്ള ഞാൻ എൻ്റെ കോൺട്രിബ്യൂഷൻ ചെയ്യും. അധികാരമോഹം നോക്കിയിട്ടല്ല. LDFനെ എതിർത്താൽ കേന്ദ്രത്തിൽ നിന്ന് വല്ലതും കിട്ടുകയോ ചെയ്തു. ഇവിടെയും ഒരു സംഗീത സംവിധായകരും കുറച്ച് പേരൊക്കെ പതുക്കെ പോയിട്ട് BJPയുടെ കൂടെ ഇരുന്നിട്ട് ഇങ്ങനെ ഇരിക്കണ കാണാം, വല്ലതും കിട്ടിക്കോ, അല്ല ഗോവയിൽ നിന്ന് അവാർഡ്, അവിടുന്ന് വല്ല അവാർഡൊക്കെ കിട്ടുന്നതായിരുന്നു. അങ്ങനെ അവാർഡിൻ്റെ മോഹമല്ല വേണ്ടത്, മാനവികതയാണ് ഉയർത്തിപ്പിടിക്കേണ്ടത്. മാനവികത ഉയർത്തിപ്പിടിക്കണമെങ്കിൽ ബാലറ്റിലൂടെ ലോകത്തിൽ ആദ്യമായിട്ട് ജയിച്ച് EMS മന്ത്രിസഭയുടെ ഒരു ഓർമ്മ നിലനിർത്തിക്കൊണ്ട് നമ്മൾ LDF കൂടെ ഭരണം തുടരണമെന്നുള്ളത് ഇത്രയും ഞാൻ പറയാനുള്ളൂ. ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. ഇത് സ്നാപ്പ് നമ്പർ 1599 നമ്മൾ എത്തിയിരിക്കുന്നത്.
കേരളത്തിൽ LDF ഭരണം തുടരണം. എന്തുകൊണ്ട്? ചക്കോട്ടി അന്തിക്കാട്. ഓക്കെ, താങ്ക് യു വെരി മച്ച്. ലാൽ സലാം. അവസാനിപ്പിക്കുമ്പോൾ ഞാൻ വേറൊരു കാര്യം കൂടി ഓർത്ത കാരണമാണ്. ബംഗാളിൽ LDF ഇല്ല, അല്ലെങ്കിൽ CPM വീക്കാണ്, അല്ലെങ്കിൽ ത്രിപുരയിൽ വീക്കാണ്, കേരളം മാത്രമേ ഉള്ളൂ എന്നൊക്കെ പറയും. പക്ഷെ കേരളത്തിൽ ജോലി അന്വേഷിച്ച് വരുന്ന ബംഗാളികള്, ത്രിപുരയിൽ നിന്ന് വരുന്നവര്, ആസാമിൽ നിന്ന് വരുന്നവര്, ചെന്നൈയിൽ നിന്ന് വരുന്നവര്, ഡെയിലി പണിയെടുത്താൽ 1000 രൂപ കിട്ടും എന്നുള്ളത് കേരളത്തിന്റെ പ്രത്യേകതയാണ്. കേരളത്തിൽ സുരക്ഷിതത്വം ഉള്ളതുകൊണ്ടാണ്. എത്ര തവണ ഞാൻ പറഞ്ഞിട്ടുള്ളത്, ഡെയിലി കൂലി കിട്ടും 1000 രൂപ. ബീഫ് കഴിക്കാം, ആരും തല്ലിക്കൊന്ന് കെട്ടിത്തൂക്കില്ല. അത് കേരളത്തിലെ ഇടതുപക്ഷ ശക്തി, DYFI അടക്കം ഇവിടുത്തെ പുരോഗമനവാദികളും സെക്യുലറായിട്ടുള്ള ആൾക്കാരും ഉള്ളതുകൊണ്ടാണ്. അതുകൊണ്ടല്ലേ അവരൊക്കെ ഈ വരുന്നത്. വടക്കേന്ത്യയിലുള്ള ഇവിടെ എൻ്റെ വീട്ടിലൊക്കെ വരുന്നത്, ഞാൻ അവരോട് ചോദിക്കുമ്പോൾ ഒരു സെക്യുലർ ഒരു ഫാമിലിയായിട്ട് സുഖമായിട്ട് ജീവിക്കുന്നു. കഴിഞ്ഞ 10 വർഷം കൊണ്ട് ഗംഭീരമായിട്ടാണ് അത് മുന്നോട്ട് പോയിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയും ഒരു ലോജിക് ഉണ്ട്. എന്തുകൊണ്ട് അവർ കേരളം സെലക്ട് ചെയ്യുന്നു? സേഫാണ്. ഏറ്റവും കുറവ് ദുസ്വപ്നങ്ങൾ കണ്ട്, സ്വപ്നം കാണുന്നവരില്ല എന്ന് ഞാൻ പറയുന്നില്ല, ഏറ്റവും കുറവ് ദുസ്വപ്നം കാണുന്ന ഇന്ത്യയിലെ ഏക സംസ്ഥാനം കേരളമായിരിക്കും. അതുകൊണ്ട് ഇടതുപക്ഷം LDF ഭരണം തുടരണം. എന്തുകൊണ്ട് എന്നുള്ളതിന് മറുപടി അതും കൂടിയാണ്. ഇത്രയും പറഞ്ഞു കഴിഞ്ഞപ്പോണ്ടല്ലോ ഒരു കുന്ന് തെറി പാക്കൂമാ ഒക്കെ പറഞ്ഞുകൊണ്ട് ലെഫ്റ്റ് വിരുദ്ധനായ സുഹൃത്ത് മെസ്സേജ് ഇട്ട് അവസാനിപ്പിച്ചിരിക്കുക. വീഡിയോ കോള് എന്നുള്ളത് അവസാനം തേറി പറഞ്ഞ അവസാനിപ്പിച്ചു. എനിക്ക് തേറി പറഞ്ഞ എനിക്ക് എന്ത് വിട്ട് തേങ്ങയുടെ സത്യം പറയാനായിട്ട് അതിന് ഒരുപാട് കുരിശുകൾ ചുമക്കേണ്ടി വരും. ഓക്കെ, സീനിൽ നീ ഇല്ലെങ്കിലും നിന്റെ സാക്ഷരത ഗംഭീരമാണ്. ഓക്കെ, ഇംഗ്ലീഷിലൊക്കെ എന്തായാലും കൂടെ കൊണ്ടുവന്നില്ല. ലാസ്റ്റാണ് ക്ഷണം പിച്ച്